ട്രേഡിംഗ് ആയിക്കോട്ടെ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഇൻട്രാഡേ ട്രേഡ് ആയിക്കോട്ടെ, എല്ലാവർക്കും സ്റ്റോക്കുകൾ ബൈ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് അറിയാം. പക്ഷേ ഇത് സെല്ല് ചെയ്യുന്ന സമയത്താണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. കാരണം ഇൻട്രാഡേ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന പോലെ ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ സിമ്പിളായിട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ചെറിയൊരു പ്രോസസ്സ് ഉണ്ട്. എങ്ങനെയാണ് ഹോൾഡിങ്സിലിരിക്കുന്ന സ്റ്റോക്കുകൾ സെല്ല് ചെയ്യാം എന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ സെറോദ കൈറ്റിൽ എങ്ങനെ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സെറോദ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിൽ ഹോൾഡിങ്സ് ഉണ്ടോ, എൻ്റെ പൊസിഷൻസ് ഒന്നും തന്നെ ഇല്ല, ഹോൾഡിങ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ വാച്ച് ലിസ്റ്റ് ഇവിടെ കുറേ സ്റ്റോക്കുകൾ കിടക്കുന്നുണ്ട്. ഇന്ന് നോക്കിയാൽ അറിയാം എല്ലാം നെഗറ്റീവാണ്. ഫാർമബീസ് മാത്രമാണ് ഒന്ന് പച്ച കത്തി നിൽക്കുന്നത്, ബാക്കി എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവാണ്. ഐ തിങ്ക് നിഫ്റ്റി 50 ഒരു 0.43% നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു 107 പോയിന്റ് താഴെയാണ്, 1.5 ആയിട്ടുള്ളൂ. എന്നിരുന്നാലും 25,000 ബ്രേക്ക് ചെയ്ത് 25,300 വരെ ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവാണ്, ടെമ്പററി ഡിപ്പാണെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ ഫാർമബീസ് മാത്രം പോസിറ്റീവിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹോൾഡിങ്സിലേക്ക് പോവാം. ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ ബൈ ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ സ്റ്റോക്കുകളുടെ ലിസ്റ്റുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ 32 ഹോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിൽ കിടക്കുന്ന എല്ലാ സ്റ്റോക്കുകളും വളരെ നല്ല സ്റ്റോക്കുകളാണ്. ഒന്നും തന്നെ സെല്ല് ചെയ്യേണ്ട ആവശ്യകത എനിക്കിപ്പോൾ ഇല്ല. പക്ഷേ എല്ലാവർക്കും സെല്ല് ചെയ്യാൻ വളരെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ സെല്ല് ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ സ്റ്റോക്കുകളൊന്നും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്ന നമ്മുടെ വീഡിയോ തുടങ്ങുന്ന കാലം തുടങ്ങി ഞാൻ പറഞ്ഞ ITBs 35 രൂപയുടെ ITBs ആണ്. 46 രൂപ വരെ എത്തി. ഇപ്പോൾ വീണ്ടും ഇന്ന് 45 രൂപയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഡിപ്പ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് IT സെക്ടർ ഈസ് ഫയറിങ്. ഭാവിയിലും അത് തന്നെയായിരിക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ആവറേജ് പ്രൈസ് 38 ആണ്. കാരണം ഞാൻ പിന്നീട് ആഡ് ഓൺ ചെയ്യുന്നതാണ്. 35 മുതൽ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ആവറേജ് 38 ആണ്. എൻ്റെ കയ്യിൽ 430 ക്വാണ്ടിറ്റിയാണ് ITBs ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സെല്ല് ചെയ്യാൻ ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത്. ഒരു വ്യത്യാസമില്ല. ITBs സെല്ല് ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാ സ്റ്റോക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ ITBs ഇവിടെ എടുത്തു എന്നേ ഉള്ളൂ, കാരണം തിരിച്ച് നമുക്ക് മേടിക്കാമല്ലോ എന്നുള്ളൊരു പർപ്പസിൽ. അപ്പോൾ ITBs ഞാൻ സെല്ല് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൗസ് വെച്ചു ക്ലിക്ക് ചെയ്തു, എക്സിറ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാനിവിടെ 430 ക്വാണ്ടിറ്റിയിൽ ഫുള്ളൊന്നും സെല്ല് ചെയ്യുന്നില്ല. ഒരു 30 ക്വാണ്ടിറ്റി, നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി 30 ക്വാണ്ടിറ്റി മാർക്കറ്റ് ഓർഡറിൽ സെല്ല് കൊടുക്കുകയാണ്. ഓതറൈസ് യുവർ ഹോൾഡിങ്സ് അറ്റ് CDSL ടു എക്സിക്യൂട്ട് സെൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് സിമ്പിളായിട്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഒരു പ്രശ്നമില്ല. ഈ ഒരു പോപ്പ് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ഓതറൈസേഷൻ CDSLിലേക്ക് പോവുകയാണ്. അതായത് CDSL നിന്ന് നമ്മൾ സ്റ്റോക്ക് ഹോൾഡിങ്സിലേക്ക് ഫുൾ എമൗണ്ട് കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മൾ ആ ഷെയറിൻ്റെ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആവുകയാണ്. അപ്പോൾ CDSL നിന്ന് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് അലോട്ട് ചെയ്യും. പക്ഷേ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഒന്നും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ സ്റ്റോക്ക് അലോട്ടഡ് ആവുന്നില്ല CDSL നിന്ന്. പക്ഷേ ലോങ് ടൈമിലേക്കോ സ്വിങ്ങിനോ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് CDSL നിന്ന് അലോട്ട് ആവുകയാണ്. അതുകൊണ്ട് തന്നെ CDSL നിന്ന് നമ്മൾ ഇത് വിടുവിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഓതറൈസേഷൻ ചോദിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ടു CDSL. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, TPIN വെരിഫിക്കേഷൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ എൻ്റർ TPIN. ഇതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിൽ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി TPIN ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ TPIN നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുകയോ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ TPIN ഡയറക്റ്റ് കൊടുത്ത് നിങ്ങൾക്കിത് സെല്ല് ചെയ്യാവുന്നതാണ്. പക്ഷേ ആദ്യമായിട്ട് സെല്ല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും TPIN ഉണ്ടാവില്ല, ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി മാത്രമല്ല, നിങ്ങൾ TPIN മറന്നുപോയി, എഴുതി വെച്ചൊന്നും ഓർമ്മയില്ല, നമ്മുടെ കയ്യിൽ സാധനം ഇല്ല എങ്കിൽ ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ TPIN ഉള്ളവർ എന്ത് ചെയ്യുക, വെറുതെ നിങ്ങൾ ഇതിന് മുമ്പ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജസിൽ പോയിട്ട് TPIN അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ TPIN വരും. അപ്പോൾ നിങ്ങൾക്ക് സെറോദയുടെ TPIN ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഓൾറെഡി TPIN ഉണ്ട്. പക്ഷേ അതറിയാത്തവർക്ക് വേണ്ടി നമുക്കൊന്ന് TPIN ജനറേറ്റ് ചെയ്യാം. അതാണ് ഇവിടുത്തെ മേജർ പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു ഡൗട്ട് ഉള്ളൂ, അതിന് മുന്നേ ചെയ്തിട്ടുള്ളവർക്ക് ഡൗട്ടില്ല. അപ്പോൾ നമ്മൾ TPIN ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വിൻഡോയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റർ BOID എന്ന് പറയുന്നത്. ഇവിടെ BOID എൻ്റർ ചെയ്യാനായിട്ടും
പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ BOID എവിടെ കിട്ടും? അതിന് വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് തന്നെ പോവുക. ഇത് നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലാപ്പിലായതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഫോണിലാണെങ്കിൽ നമുക്ക് വിൻഡോസ് എടുക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ ക്ലയൻറ്റ് ID DMN907 ആണ് എൻ്റെ ക്ലയൻറ്റ് ID. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ കൺസോൾ എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് പോകുമ്പോൾ ഡിമാറ്റ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട്, ആ സെഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, DPID BOID എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത 16 ഡിജിറ്റ് നമ്പറാണ് BOID എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഫോർ IPO ആപ്ലിക്കേഷൻസ് ആൻഡ് CDSL TPIN ഓതറൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 16 നമ്പറുണ്ട്. ഈ നമ്പർ ഒന്നെങ്കിൽ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോപ്പി ചെയ്തിടോ ചെയ്യുക. ഞാനിവിടെ ഈ നമ്പർ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് എഗെയിൻ നമ്മുടെ EDSലേക്ക് പോയി ഈ BOID ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. Ctrl+V അടിച്ച് നമ്മളത് പേസ്റ്റ് ചെയ്തു. നമ്മുടെ പാൻ കാർഡ് ക്യാപ് സ്റ്റോക്കിൽ പാൻ കാർഡ് അടിച്ചു കൊടുക്കുക. ആൻഡ് ക്യാപ്ചെ 1 into ആണ് X ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാം. ചെറിയൊരു കൺഫ്യൂഷൻ, ഇത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ Z4PPGP ആണ് നമ്മുടെ ക്യാപ്സ്. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റർ OTP. കണ്ടോ, അതെ എൻ്റെ കയ്യിൽ ഫോണിൽ CDSL നിന്ന് എനിക്ക് OTP വന്നിട്ടുണ്ട്. അപ്പോൾ ആ OTP ഞാൻ ഫോണിൽ എടുത്തിട്ട് ആ OTP ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു. CDSL യുവർ ജനറേറ്റഡ് TPIN കോഡ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് വേറൊരു മെസ്സേജ് കൂടി വരും. അപ്പോൾ TPIN ഓൾറെഡി നമ്മുടെ ഫോണിൽ ഫോണിലും വരും, മെയിലിലും വരും, രണ്ടിലും വരും. അപ്പോൾ നമ്മുടെ TPIN ഓൾറെഡി ജനറേറ്റഡ് ആയി. ആ ജനറേറ്റഡ് TPIN നമ്മൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? TPIN ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വിൽക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ ഹോൾഡിങ്സിലേക്ക് വരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ആൻഡ് എത്ര ക്വാണ്ടിറ്റിയാണ്? ഞാനൊരു 30 ക്വാണ്ടിറ്റി 15 ക്വാണ്ടിറ്റി എന്തായാലും തിരിച്ച് മേടിക്കാനുള്ളല്ലോ. 15 ക്വാണ്ടിറ്റി മാർക്കറ്റ് ഓർഡറിൽ ഞാൻ സെല്ല് ചെയ്തു. കണ്ടിന്യൂ കൊടുത്തു. സോ അവർ കണ്ടിന്യൂ ടു CDSL TPIN ചോദിക്കും. അപ്പം നമ്മൾ ജനറേറ്റ് ചെയ്ത TPIN ഓൾറെഡി അടിച്ചു കൊടുക്കുക, വെരിഫൈ ചെയ്യുക. വീണ്ടും CDSLലേക്ക് നമ്മുടെ കൺഫർമേഷൻ പോയിട്ടുണ്ടാകും. ആ ഒരു OTP കൂടി അടിച്ചു കൊടുക്കുക, വെരിഫൈ കൊടുക്കുക. യെസ്, അപ്പം നമ്മുടെ ഓതറൈസേഷൻ ഡൺ. യു ക്യാൻ നൗ എക്സിക്യൂട്ട് യുവർ സെൽ ട്രാൻസാക്ഷൻ. അതായത് നമുക്ക് ഓൾറെഡി CDSL നിന്ന് ഓതറൈസേഷൻ കിട്ടി. നമ്മുടെ BOIDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓതറൈസേഷൻ നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോഴും നമ്മുടെ സ്റ്റോക്ക് എന്തായിട്ടില്ല, സെല്ലായിട്ടില്ല. എഗെയിൻ ITBs സെലക്ട് ചെയ്യുക, എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റിയാണ് എക്സിറ്റ് ചെയ്യാനുള്ളത് ആ ക്വാണ്ടിറ്റി കൊടുക്കുക, സെൽ ഓർഡർ കൊടുക്കുക. നമ്മുടെ ഓൾറെഡി ഇനി നമുക്ക് TPIN ഒന്നിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് 15 സെല്ലായി. അപ്പോൾ ഇവിടെ പൊസിഷനിൽ നോക്കിക്കേ, ITBs സോൾഡ് ഹോൾഡിങ്സ് -15, ദാറ്റ് ഇസ് സെൽ 45 രൂപയ്ക്കാണ് സെല്ലായിരിക്കുന്നത്. സോ P&L സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ -15, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് സെൽ ഓർഡർ നമ്മുടെ പൊസിഷനിൽ അവിടെ തന്നെ കിടക്കും. ആൻഡ് ഹോൾഡിങ്സിൽ നിന്ന് ITBs എത്രയായി നോക്കിക്കേ, 430 ഉണ്ടായിരുന്നത് 415 ആയിട്ട് മാറി. പിന്നെ ഇതിൻ്റെ ഫണ്ട് ക്രെഡിറ്റ് ആയത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ പൈസ വന്നോ ഇല്ലയോ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട്സിൽ നോക്കുക. ഇവിടെ നമ്മൾ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 80% പൈസയും പ്രോഫിറ്റും ക്യാപിറ്റലും നമ്മുടെ ഫണ്ടിൽ അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവും. ബാക്കിയുള്ളത് പിന്നീടായിരിക്കും അപ്ഡേറ്റ് ആവുക. അപ്പോൾ അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ പൊസിഷനിൽ ഇങ്ങനെ സെല്ലെന്ന് പറഞ്ഞ് ഇവിടെ കിടക്കും. അത് അങ്ങനെ കിടക്കുന്നതാണ്, അത് നോർമലാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഫണ്ട്സിലും യൂസ്ഡ് മാർജിനിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ വൺസ് നിങ്ങൾ ഈ ഒരു CDSL TPIN ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ TPIN എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഫോണിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്പം ഇത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവരുടെയും ഡൗട്ടാണ്, ഒരു സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് വെച്ചു, അതിൻ്റെ SL ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് SL ആകുമ്പോൾ ആ സ്റ്റോക്ക് സെല്ലായി പോവുകയില്ലേ എന്നുള്ളത്. അങ്ങനെ പോവില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. സോ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നിങ്ങളത് നോക്കുക. എന്നിട്ട് ഓതറൈസേഷൻ ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ പറഞ്ഞ TPIN ജനറേറ്റ് ചെയ്ത് CDSL പോയി ഓതറൈസേഷൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പ്രൈസിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് സെല്ല് ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും.
അത് എക്സിക്യൂട്ട് ആവും. അല്ലാതെ ഈ ഓതറൈസേഷൻ ചെയ്യാതെ വെറുതെ പോയി സെല്ലിട്ട് കഴിഞ്ഞാൽ, സെല്ലിട്ട് വെച്ച് എപ്പോഴെങ്കിലും അത് അടിക്കും എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് അടിക്കില്ല. ഇനി നിങ്ങൾ GTT ഓർഡറിൽ വെക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഈ CDSL ഓതറൈസേഷൻ ചെയ്യണം. TPIN കൊടുത്ത് ഓതറൈസേഷൻ ചെയ്താൽ മാത്രമാണ് സെൽ ഓർഡർ നടക്കുകയുള്ളൂ. ഇൻട്രാഡേയിൽ നമ്മളൊരു സെൽ ഓർഡർ ഇട്ട് വെച്ച് അത് ആ ഒരു പ്രൈസ് എത്തുമ്പോൾ സെല്ലാവുന്നത് പോലെ ഒരിക്കലും ഹോൾഡിങ്സ് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അല്ലാതെ DDPAയും പവർ ഓഫ് അറ്റോർണിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബ്രോക്കറുടെ നിന്ന് കൺഫർമേഷൻ മേടിച്ച് ചെയ്യാം. പക്ഷെ അതൊട്ടും സേഫ് അല്ല. കാരണം നിങ്ങളിതൊക്കെ ഓപ്പൺ ആക്കിയിട്ടിട്ട് നിങ്ങൾ ഇവിടെ ഇല്ല എങ്കിൽ വേറെ ആരെങ്കിലും കയറി നിങ്ങളുടെ ഇവിടെ സെല്ല് ചെയ്യുകയും ബൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇനിയും നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും റീൽസ് ആയിട്ടോ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.